കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരി സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലൂടെയും ബ്രിട്ടീഷ് അധിനിവേശ കാലത്തെ കോട്ടയിലൂടെയും ചരിത്രത്തിൽ ഇടം നേടിയ നഗരമാണ്. 1683 ബ്രിട്ടീഷുകാർ പാണ്ടികശാല സ്ഥാപിച്ച് വ്യാപാരം തുടങ്ങിയ ഇവിടം കേക്ക്, ക്രിക്കറ്റ്, സർക്കസ് എന്നിവയുടെ ജന്മസ്ഥലം കൂടിയായാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ 3 സീകളുടെ നഗരം എന്നും തലശ്ശേരി അറിയപ്പെടുന്നു. തലശ്ശേരിയുടെ പഴയകാല നാമങ്ങളിൽ പ്രധാനപ്പെട്ടത് ശ്വേതാരണ്യപുരി എന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശം തെല്ലിച്ചേരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മാനുവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മദ്രാസ് പ്രസിഡൻസിയുടെ രേഖകളിൽ ശ്വേതാരണ്യപുരി എന്ന പേര് കാണാം. ഇത് പിന്നീട് തിരുവങ്ങാട് എന്നറിയപ്പെട്ടു. ബ്രിട്ടീഷുകാർ മലബാറിലെ പ്രധാന വ്യാപാര കേന്ദ്രമാക്കി മാറ്റിയപ്പോൾ ഉപയോഗിച്ചിരുന്ന പേരാണ് തെല്ലിച്ചേരി. മലയാളത്തിലെ തല, ചേരി എന്നീ 2 വാക്കുകൾ ചേർന്ന് തലച്ചേരി എന്നും പിന്നീടത് തലകച്ചേരി എന്നും കാലാന്തരത്തിൽ അത് തലശ്ശേരി എന്നും ആയപ്പെട്ടു എന്നതാണ് കഥ. 1683 ഈസ്റ്റ് ഇന്ത്യ കമ്പനി തലശ്ശേരിയിൽ പാണ്ടികശാല സ്ഥാപിക്കുന്നതോടൊപ്പം 1708 സുഗന്ധവ്യഞ്ജന വ്യാപാരം സുരക്ഷിതമാക്കാൻ തലശ്ശേരി കോട്ട നിർമ്മിച്ചു. 9-ാം നൂറ്റാണ്ട് മുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പേരുകേട്ട ലോകമെമ്പാടുമുള്ള വ്യാപാരികളെ ആകർഷിച്ചിരുന്ന ഒരു പ്രധാന തുറമുഖ നഗരമായി തലശ്ശേരി മാറി. കോലത്തു നാടിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് തലക്കത്തെ ചേരി അഥവാ തലശ്ശേരി എന്ന പേര് വന്നതെന്നും കരുതപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ജുഡീഷ്യറി രജിസ്ട്രേഷൻ സമ്പ്രദായങ്ങൾ അഞ്ചരക്കണ്ടിയിൽ തുടങ്ങി ചരിത്രവുമായി തലശ്ശേരിക്ക് അടുത്ത ബന്ധമുണ്ട്. 3 സീകൾ തലശ്ശേരിയിൽ നിന്നാണ് ഇന്ത്യയിലെ ആധുനിക ക്രിക്കറ്റ് 1800കളിൽ തുടക്കമിടുന്നത്. അതുപോലെ സർക്കസ് 19-ാം നൂറ്റാണ്ടിലും കേക്ക് നിർമ്മാണം 1883 മമ്പള്ളി ബാപ്പു ആണ് തുടങ്ങിയത്. 1883 തലശ്ശേരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്മസ് കേക്ക് ബേക്ക് ചെയ്തുകൊണ്ട് ചരിത്രം കുറിച്ച ബേക്കറി കുലപതിയാണ് മമ്പള്ളി ബാബു. ബർമയിൽ നിന്നും ബിസ്ക്കറ്റ് നിർമ്മാണം പഠിച്ച അദ്ദേഹം 1880 മമ്പള്ളീസ് റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി സ്ഥാപിക്കുകയും അക്കാലത്ത് അപൂർവമായിരുന്ന കേക്ക് നിർമ്മാണം നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. ബ്രൗൺ എന്ന ബ്രിട്ടീഷ് പ്ലാന്ററുടെ ആവശ്യപ്രകാരം പ്രാദേശിക ചേരുവകൾ ഉപയോഗിച്ച് 1883 മമ്പള്ളി ബാബു ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചു. അനന്തരവൻ ഗോപാലനിലൂടെ ഈ ബേക്കറി ശൃംഖല കേരളത്തിലുടനീളം വ്യാപിച്ചു. തലശ്ശേരിയെ കേക്കുകളുടെ നാട് എന്നറിയപ്പെടാൻ കാരണമായ പ്രവർത്തനങ്ങളിൽ മമ്പള്ളി ബാപ്പുവിൻ്റെ പങ്ക് വളരെ വലുതാണ്. കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നതിൽ 1/4 ദാനധർമ്മങ്ങൾക്കായി ഉപയോഗിക്കണമെന്ന് ബാപ്പുവിന് നിർബന്ധമുണ്ടായിരുന്നു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര നിർമ്മാണത്തിന് പണം സ്വരൂപിക്കാൻ 1906 ശ്രീനാരായണ ഗുരു നേരിട്ട് മമ്പള്ളി തറവാട്ടിലെത്തി. തലേ ദിവസത്തെ കച്ചവടത്തിൽ നിന്ന് ലഭിച്ച 20 രൂപയെ ആകെ കയ്യിലുള്ളൂ. പക്ഷേ മറ്റൊന്നും ചിന്തിക്കാതെ ബാപ്പു ഗുരുവിന് തുക നൽകി. 12 രൂപയാണല്ലോ താൻ വിചാരിച്ചത് എന്ന് ചോദിച്ച് ഗുരു 8 രൂപ മടക്കിക്കൊടുത്തെന്നും മറ്റൊരു കഥ. കേരള സർക്കസിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. 1901 അദ്ദേഹം ചിറക്കരയിൽ ഒരു സർക്കസ് സ്കൂൾ ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 2ാമത്തെയും സർക്കസ് സ്കൂളായിരുന്നു ഇത്. കീലേരി കുഞ്ഞിക്കണ്ണൻ്റെ കീഴിൽ സർക്കസ് അഭ്യസിച്ച പരിയാളി കണ്ണനാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് കമ്പനിയായ മലബാർ ഗ്രാൻഡ് സർക്കസ് 1904 ആരംഭിച്ചത്. വൈറ്റ് ബേ സർക്കസ്, ഫെയറി സർക്കസ്, ഗ്രേറ്റ് റോമൻ സർക്കസ്, ഈസ്റ്റേൺ സർക്കസ്, ഗ്രേറ്റ് ബോംബെ സർക്കസ് എന്നിവയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആരംഭിച്ചതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വെല്ലസ്ലി പ്രഭു ക്രിക്കറ്റ് തലശ്ശേരിയിൽ ആരംഭിക്കുന്നത്. 1830 സ്ഥാപിതമായ ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബും വെല്ലസ്ലി പ്രഭുവും ചേർന്ന് തലശ്ശേരിയെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ക്രിക്കറ്റ് കേന്ദ്രമാക്കി മാറ്റി. ബേക്കറികൾക്കും സർക്കസിനുമൊപ്പം തലശ്ശേരിയുടെ 3 സീയിൽ ഒന്നായി ക്രിക്കറ്റ് പരിണമിക്കുന്നത് അങ്ങനെയാണ്. 1800കളിൽ കേണൽ വെല്ലസ്ലിയും സൈനികരും തലശ്ശേരിയിലെ മൈതാനങ്ങളിൽ ക്രിക്കറ്റ് കളിച്ചിരുന്നു. അതിൽ സാധാരണക്കാരും പങ്കുചേർന്നിരുന്നു. വെല്ലസ്ലി പ്രഭു 1830 ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ് സ്ഥാപിച്ചു.
തലശ്ശേരിയും കണ്ണൂരും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് 1890 മലയാള മനോരമ പത്രം റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. തലശ്ശേരി സ്റ്റേഡിയം പലപ്പോഴും രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാറുണ്ട്. 2002 തലശ്ശേരി ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ 200-ാം ജന്മദിനം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു പ്രദർശന മത്സരത്തോടെ ആഘോഷിച്ചിരുന്നു. കേരളത്തിലെ ആദ്യത്തെ രഞ്ജി ക്യാപ്റ്റൻ PA രാഘവൻ തലശ്ശേരിയിൽ നിന്നുള്ള ആളാണ്. ക്രിക്കറ്റിൻ്റെ ഒരു സംസ്കാരമായി വളർന്ന തലശ്ശേരി ഇന്ത്യയിലെ ഏറ്റവും പഴയതും അഭിമാനകരവുമായ ക്രിക്കറ്റ് പാരമ്പര്യങ്ങളിലൊന്നാണ്. കഥകളിവിടെ അവസാനിക്കുന്നില്ല. നാട്ടുവഴികളിലൂടെ നാട്ടുകഥകൾ തേടി വീണ്ടും കാണാം.